പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി 16ാമത്തെ പാഠഭാഗമായിട്ടുള്ള വാട്ടർ അഥവാ ജലം എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ജലവും വാതകങ്ങൾ അല്ലെങ്കിൽ വാട്ടർ ആൻഡ് ഗ്യാസസ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ജലം, വാതകം, വെള്ളം അതുപോലെ തന്നെ വാതകങ്ങൾ ഇവ തമ്മിൽ എങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ വരുന്നത്? നമ്മൾ ശ്വസിക്കാൻ വേണ്ടിയിട്ട്, ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താ മക്കളെ? എല്ലാ ജീവികളും, നമ്മളും എല്ലാ ജീവികളും എന്താ ഉപയോഗിക്കുന്നത്? ഓക്സിജൻ ആണല്ലേ. അതുപോലെ തന്നെയാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ് മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ വെള്ളത്തിലുള്ള ജീവികൾക്കും ഭക്ഷണം കഴിക്കണ്ടേ? അതിലും ഒരുപാട് സസ്യങ്ങളുണ്ട്, അവർക്ക് ഭക്ഷണം പാകം ചെയ്യണം. ഒരുപാട് ജീവികളുണ്ട്, അവർക്ക് ബ്രീത്ത് ചെയ്യണം, ശ്വസിക്കണം. അതിനൊക്കെ എന്ത് വേണം മക്കളെ? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വേണം അല്ലേ. അപ്പോൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നമ്മുടെ വെള്ളത്തിൽ എന്താണ്? സോലബിളാണ്, അല്ലെങ്കിൽ ലയിച്ചിരിക്കുന്ന ആളുകളാണ്. ഒക്കെയാണല്ലോ. അപ്പോൾ അതിൽ ഈ ഒരു ഓക്സിജൻ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് കൊണ്ടാണ് അതിലുള്ള ജീവികളെ ശ്വസിച്ചും അതുപോലെ ചെടികളൊക്കെ ഭക്ഷണം പാകം ചെയ്തൊക്കെ ജീവിച്ചു പോകുന്നത്. പക്ഷേ ഇതിന് അളവ് കുറഞ്ഞു വരില്ലേ? കുറഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു അക്വേറിയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എയർ പമ്പ് പോലുള്ള ആളുകളെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് മക്കളെ? അതിൽ എയർ സർക്കുലേഷൻ നടത്തിക്കൊണ്ട് പോകുന്നത്. ഒക്കെയാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറഞ്ഞാലാണ് ഇതിലുള്ള ജീവികളൊക്കെ ചത്തുപോകുന്നത് അല്ലെങ്കിൽ നശിച്ചു പോവുകയൊക്കെ ചെയ്യുക. ഓക്കെ അല്ലേ? പ്ലാന്റ്സ് ഒക്കെ കേടായി പോകുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജലത്തിൽ ലയിച്ച് ചേർന്ന ഓക്സിജനാണ് ജലജീവികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ജലം എന്താകും? മലിനമാകും. കാരണം ഇതിലുള്ള ജീവികളൊക്കെ നശിച്ചു പോവുകയാണ് അല്ലേ. അപ്പോൾ വെള്ളം കേടായിട്ട് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പുഴകളിലൊക്കെ അവസ്ഥയാണ് ഇതല്ലേ. ഒരുപാട് വേസ്റ്റ് കൊണ്ടിടും. അപ്പോൾ ഈ ഒരു വേസ്റ്റ് കൊണ്ടിടുന്നത് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ജലം അല്ലെങ്കിൽ ജലത്തിലെ ജീവികളെ ബാധിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളിതിലോട്ട് ഈ വേസ്റ്റ് കൊണ്ടിടുന്ന സമയത്ത് നമ്മുടെ വെള്ളത്തിലുള്ള ഓക്സിജനാണ് ഈ ഒരു വേസ്റ്റൊക്കെ ഡീകമ്പോസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ എന്താണ് അവരെ വിഘടിപ്പിച്ച് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. അപ്പോൾ ഈ വെള്ളത്തിലാകെയുള്ള ഓക്സിജൻ ഈ ഒരു പ്രോസസ്സിന് തിരിഞ്ഞാൽ അതിലുള്ള ജീവികൾക്കൊന്നും ശ്വസിക്കാൻ ഓക്സിജൻ കിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ജലത്തിലുള്ള ജീവികളൊക്കെ നശിച്ചു പോകാനും, അതായത് അക്വാട്ടിക് ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ നശിച്ചു പോകാൻ കാരണമാക്കുന്നത് ഇതുപോലുള്ള വേസ്റ്റ് കൊണ്ടിടുന്ന കാരണം കൊണ്ടാണ്. ഓക്കെ, ഇതൊക്കെ ഡീകമ്പോസ് ചെയ്യാൻ ഓക്സിജൻ എടുക്കുന്ന സമയത്ത് പിന്നെ ജീവികൾക്ക് ഓക്സിജൻ വേണ്ടേ? അപ്പോൾ അത് കിട്ടില്ല. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ജലസ്രോതസ്സുകളൊക്കെ മലിനമാകുന്നതും അതുപോലെ ഇത് പൊല്യൂട്ടഡ് ആവുക എന്ന് പറയുന്നതും അതുപോലെ കേടായി പോവുകയൊക്കെ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു വേസ്റ്റ് ഇടുന്നത് പരിപാടി നിർത്തണം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ മരങ്ങൾ പുറത്തോട്ട് ഓക്സിജൻ വിടുന്ന സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടും. അപ്പോൾ ഗ്രാജുവലി ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ജലസ്രോതസ്സുകളിലും ഓക്സിജൻ കിട്ടാൻ തുടങ്ങും. ഓക്കെയാണല്ലോ. ഇനി നമ്മൾ പറയുന്നത് എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷൻ ആവുന്നത് അല്ലെങ്കിൽ ജലമലിനീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ജലസ്രോതസ്സുകളിൽ മാലിന്യങ്ങളുടെ നിക്ഷേപം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഡംപിങ് ഓഫ് വേസ്റ്റ് ഒരുപാട് കൊണ്ടിടുന്ന പ്രശ്നം തന്നെയാണ്. പിന്നെ അമിത രാസവള പ്രയോഗം. നമ്മൾ പെട്ടെന്ന് ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വിളവുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യും? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും. ശരിക്കും നമുക്ക് കുറച്ച് സമയം എടുത്താലും നമ്മുടെ ഭൂമിക്കും നമ്മുടെ മണ്ണിനും നമ്മുടെ പ്രകൃതിക്കും, അതായത് നമ്മുടെ നേച്ചർ, നമ്മുടെ സോയിൽ, എല്ലാത്തിനും നമുക്കും നല്ലത് എന്താണ് മക്കളെ? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ്, അല്ലെങ്കിൽ എന്താണ്? ജൈവവളങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കൂടുതലായിട്ട് രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ മണ്ണിനെ കേടാക്കും, അതുപോലെ നമ്മുടെ പ്രകൃതിയെയും കേടാക്കുന്നുണ്ട്. ആ കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ വെള്ളം, ജലാശയങ്ങളൊക്കെ കേടുവരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഡിറ്റർജൻറ്റുകളുടെ അമിത ഉപയോഗം. നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഒരുപാട് എമൗണ്ട് ഡിറ്റർജൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പുഴയിലും മറ്റും വസ്ത്രങ്ങളും വാഹനങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന സമയത്തും പ്രശ്നം പറ്റുന്നത് അതാണ്. നമ്മുടെ വെള്ളം കേടായി പോവുകയാണ്. അപ്പോൾ ജീവികൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാതാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ജലത്തിൽ അലിഞ്ഞു ചേരുന്ന കീടനാശിനികൾ, അതായത് ഇൻസെക്ടിസൈഡ്സ് ഗെറ്റിംഗ് മിക്സ്ഡ് വിത്ത് വാട്ടർ. നമ്മുടെ വെള്ളവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് കീടനാശിനികളുണ്ട്. അവയൊക്കെയാണ് നമ്മുടെ വെള്ളം കേടാക്കാൻ കാരണമാകുന്നത്, അല്ലെങ്കിൽ ജലം പൊല്യൂട്ടഡ് ആകാൻ കാരണമാകുന്നത്, അല്ലെങ്കിൽ മലിനീകരണത്തിന് കാരണമാകുന്നത്. ഈ ഒരു പ്രോസസ്സുകൾക്ക് അപ്പുറം ഇനിയും ഒരുപാടുണ്ട്. ഇത്രയാണ് നിങ്ങളുടെ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്.
ഇനി നമുക്കറിയാം മഴവെള്ള സംഭരണം അല്ലെങ്കിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. കാരണം നമുക്ക് കുടിവെള്ളത്തിന് വരെ ക്ഷാമം വന്നുകൊണ്ടിരിക്കുക. വെള്ളങ്ങളൊക്കെ ജലാശയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ സോഴ്സസുകളൊക്കെ ഇങ്ങനെ പൊല്യൂട്ടഡ് ആവുകയാണ് അല്ലെങ്കിൽ മലിനമാവുകയാണെന്നുണ്ടെങ്കിൽ എന്താ മക്കളെ സംഭവിക്കുക? നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിന് സ്കാസിറ്റി വരും, അല്ലെങ്കിൽ എന്താണ്, കുടിവെള്ളത്തിന് ലഭ്യതക്കുറവ് വരും. ഓക്കെ, ആ വരുന്ന സമയത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ. ഈ ഒരു ജലാശയങ്ങളിലെ ജീവികളൊക്കെ നശിച്ചു പോകുന്ന പോലെ തന്നെ നമ്മളും ശുദ്ധജലം കിട്ടാണ്ട് നശിച്ചു പോകും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് എന്ത്? മഴവെള്ളം ഇതുപോലെ സംഭരിച്ച് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള ജലസ്രോതസ്സുകളൊക്കെ മലിനമാക്കാണ്ടിരിക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ചോദിക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.